ഇപ്പോൾ വിളിക്കപ്പെട്ടവർ വളരെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചുരുക്കം. നമ്മുടെ ജീവിതത്തിലെ പലരും വ്യാപാരത്തിന് പോയി, പലരും മറ്റു കാര്യങ്ങൾക്ക് പോയി, അല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിരുന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വചന വിരുന്നാണ്. പരിശുദ്ധ മാതാവ് തൻ്റെ ജീവിതത്തിൽ പറയുന്ന ഒരു വചനമുണ്ട്, അവൾ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിച്ചു. കാലിത്തൊഴുത്ത് തൊട്ട് കാൽവരി വരെയുള്ള പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കടന്നുപോയ എല്ലാ പ്രതിസന്ധികളെയും, എല്ലാ വേദനകളെയും, എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് നൽകിയതാണ് വചനം. ഈ ലോകത്തിൽ നമ്മൾ ബാക്കി ഏതൊക്കെ വിരുന്നിനെ സംബന്ധിച്ചാലും, എന്തൊക്കെ വിരുന്നിന് നമ്മൾ പോയാലും, ഈ വചന വിരുന്നിലൂടെ നമുക്ക് ലഭിക്കുന്ന ശക്തിയും സംതൃപ്തിയും വേറെ ഒരു വിരുന്നിനും നമുക്ക് ലഭിക്കുകയില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വലിയ പന്തലും കാര്യങ്ങളുമാക്കിയിട്ട് ഈ വചന വിരുന്ന്. കാരണം ഈ വചന വിരുന്നിൻ്റെ സംതൃപ്തി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ളത് ഒന്നും നമ്മളെ ബാധിക്കുകയില്ല. ഇപ്പം നമ്മൾ ലോകത്തിലുള്ളതൊക്കെ നമ്മളെ ബാധിക്കുന്നു. കാരണം എന്താണ്? ഈ വചന വിരുന്നിൻ്റെ ആസ്വാദ്യത നമ്മൾ മനസ്സിലാക്കിയില്ല. പരിശുദ്ധമ്മയെ പോലെ അല്ലെങ്കിൽ വിശുദ്ധാത്മാക്കളെ പോലെ. വിളിക്കപ്പെട്ടവർ വളരെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ കൃപ അഗ്നിയിലൂടെ, അഗ്നിയാണ് വചനം, അഗ്നിയായിട്ടാണ് നമ്മുടെ ഇടയിലേക്ക് വരുന്നത്. അഗ്നി കൊണ്ട് ജ്വലിച്ച വ്യക്തിക്ക് ഈ ലോകത്തിലുള്ള മറ്റ് അഗ്നികളൊന്നും ഏൽക്കുകയില്ല. മറ്റ് അഗ്നികൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം ഒന്നും ഏൽക്കില്ല. പരിശുദ്ധമ്മയ്ക്ക് ഏറ്റോ ഇല്ല. ഈ പരിശുദ്ധമ്മയേക്കാൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ആരുമില്ല. കാരണം അവൾ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിച്ച വ്യക്തിയാണ്. നമ്മൾ ഈ വചനത്തിൽ നമ്മൾ അടയിരിക്കണം. വചനം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. വചനം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഞാനെപ്പോഴും സ്കൂളിലായിരിക്കുമ്പോൾ എപ്പോഴും ഈ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വചനം എപ്പോഴും പറയണം. ആ വചനം അവരെ കൊണ്ട് ഏറ്റുപറയിപ്പിക്കും. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അങ്ങനെ പറഞ്ഞ് നമ്മൾ അങ്ങനെയാകും. യു വിൽ ബിക്കം വാട്ട് യു സേ, യു വിൽ ബിക്കം വാട്ട് യു സേ, വാട്ട് യു തിങ്ക്. നമ്മളൊരു ദിവസമാകും. അപ്പം നമ്മളും നമ്മുടെ മക്കളും വചനമാണ് വായിക്കേണ്ടതും ആ വചനം തന്നെയാണ് ആവർത്തിച്ച് പറയേണ്ടത്. ഈ വചനം തന്നെയാണ് നമ്മൾ ഇവിടെ ബ്രദർ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കേൾക്കാത്ത വചനങ്ങളൊന്നും ബ്രദർ പറയുന്നില്ല. പക്ഷേ ഓരോ വചനത്തിലൂടെയും നമ്മളെ ദൈവം സ്പർശിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ കുറേ കൂടി ശക്തിയോടെ, ഊർജ്ജസ്വലതയോടെ, ആനന്ദത്തോടു കൂടി ജീവിക്കാനുള്ള ശക്തി ഓരോ വചനത്തിലൂടെയും ലഭിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ വായിച്ച വചനം പോലെയല്ല ഇന്ന് ആ വചനം തന്നെ വായിക്കുമ്പോൾ. ഞാൻ ടീച്ചേഴ്സിനോട് പലപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ വർഷം എടുത്ത പാഠഭാഗം അതേപോലെ തന്നെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്യണം, നിങ്ങൾ പഠിപ്പിക്കരുത്. കാരണം ആ കഴിഞ്ഞ വർഷത്തെ പാഠഭാഗം വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ ഇൻ്റർപ്രിറ്റേഷൻ ചെയ്യാനും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന ഓരോ വചനങ്ങളും ഒരു പുതിയ ഒരു കാഴ്ചപ്പാടും പുതിയ ഒരു ജീവിത രീതിയും നമുക്ക് നൽകുകയാണ് പ്രിയമുള്ളവരെ. അപ്പോൾ വചനത്തിൽ അടയിരിക്കുക, വചനത്തിൽ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിക്കുക. പരിശുദ്ധമ്മ പാടിയ പാട്ടുണ്ട്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പരിശുദ്ധമ്മ ഏറ്റവും പ്രതിസന്ധികളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുമ്പോൾ പാടിയ പാട്ടാണ്. അതെന്ന് ഓർക്കണം. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നമ്മുടെ ആനന്ദത്തിൻ്റെ കാരണം എന്താണ്? എൻ്റെ സമ്പത്താണോ? എൻ്റെ ജോലിയാണോ? എൻ്റെ മക്കളാണോ? എൻ്റെ പറമ്പാണോ? എൻ്റെ വീടാണോ? അല്ല. ദൈവം, എൻ്റെ ദൈവത്തിൻ്റെ ചിത്തത്തിൽ ഞാൻ ആനന്ദിക്കുന്നു. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു. എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം ഈ ലോകത്തിൽ ഒന്ന് മാത്രമേയുള്ളൂ, അത് ദൈവം, യേശുനാഥൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതാണ്. ജോസിനെ ഒരു കാര്യത്തിൽ മാത്രമാണ് അഭിമാനിക്കാനും അഹങ്കരിക്കാനും അവകാശമുള്ളൂ, അത് രക്ഷകനായ യേശു എൻ്റെ കൂടെയുണ്ട് എന്നുള്ള കാര്യം മാത്രം. അതൊഴിച്ച് വേറൊരു കാര്യത്തിലും അഹങ്കരിച്ചാൽ നമ്മൾ വീഴ്ചയായിരിക്കും, വലിയ വീഴ്ചയായിരിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, ആ ഒരു ധർമ്മത്തിലേക്ക് ഈ ബ്രദർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വചനത്തെ ഹൃദയത്തെ സംഗ്രഹിച്ചിരിക്കുക, രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുക. വേറെ ഒന്നിലും എനിക്ക് ആനന്ദമില്ല. ബാക്കിയുള്ള ആനന്ദങ്ങളൊക്കെ നൈമിഷികമാണ്, ടെമ്പററിയാണ്, ഒന്നും പെർമനൻ്റ് അല്ല. എനിക്ക് 48 വയസ്സായി. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടായി എല്ലാ ലോകത്തിലുള്ള എല്ലാ സന്തോഷങ്ങളും എല്ലാം ടെമ്പററിയാണ്.
എല്ലാം നൈമിഷികമാണ്. തീർത്താൽ തീരാത്ത സ്നേഹം ദൈവത്തോട് മാത്രം. ആ ദൈവത്തിൽ മാത്രമാണ്, ആ ദൈവത്തിൻ്റെ രുചിയാണ് പ്രിയമുള്ളവരെ നമ്മൾ അനുഭവിച്ചറിയേണ്ടത്. ദൈവത്തിൻ്റെ രുചി, ദ ഫ്ലേവർ ആൻഡ് ഫ്രേഗ്രൻസ് ഓഫ് ജീസസ്. സുഗന്ധം, ദൈവത്തിൻ്റെ, യേശുനാഥൻ്റെ സുഗന്ധം, യേശുനാഥൻ്റെ രുചി. നമ്മൾ ബാക്കിയുള്ള ബട്ടർ സ്കോച്ച് അല്ലെങ്കിൽ സ്പാനിഷ് ഡിലൈറ്റ് അതിൻ്റെ രുചിയല്ല. ദൈവത്തിൻ്റെ രുചി അനുഭവിച്ചവർക്ക് ഈ ലോകത്തിലുള്ള രുചിയൊന്നും രുചിയായിട്ട് തോന്നില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ വിവാഹ വിരുന്നിലേക്ക്, ഈ വചന വിരുന്നിലേക്ക് ദൈവം നമ്മെ ക്ഷണിച്ചിരിക്കും. നമ്മളെല്ലാവരും വരണം. എനിക്കിപ്പോൾ കാണുമ്പോൾ ഒരു ദുഃഖം തോന്നുന്നുണ്ട്. ഇത്രയും വലിയൊരു വചന വിരുന്ന്, എല്ലാ കസേരകളും, കുറേ കസേരകൾ ഒഴിഞ്ഞിരിക്കുക. നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും വരണം. വ്യാപാരം, അത് എന്തിനാണത്? അതൊക്കെ നമ്മളെ അതിനേക്കാൾ വലിയ സംതൃപ്തി നൽകുന്ന വചന വിരുന്ന് ഇവിടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളതൊക്കെ നൈമിഷികമാണ്. നമുക്ക് അതിൽ നിന്ന് യാതൊരു സംതൃപ്തിയും ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, ക്ഷണിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മളിന്ന് ജപമാലയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ബൈബിൾ കൺവെൻഷൻ ആരംഭിക്കുന്നത്. വളരെ അർത്ഥവത്താണ്. കാരണം എന്താണ്? പരിശുദ്ധ അമ്മ നമ്മളെപ്പോലെയുള്ളൊരു വ്യക്തിയാണ്. യേശുനാഥൻ പിന്നെ ദൈവമാണെന്ന് വിചാരിക്കുക. പരിശുദ്ധ അമ്മ നമ്മെപ്പോലെയുള്ളൊരു വ്യക്തിയാണ്. ആ നമ്മെപ്പോലെയുള്ള വ്യക്തി കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ ഇത്രയധികം പ്രതിസന്ധികൾ അതിജീവിച്ചെങ്കിൽ നമുക്കെന്തുകൊണ്ട് അതിജീവിക്കാൻ സാധിക്കുന്നില്ല പ്രിയമുള്ളവരെ? നമ്മൾ കൊച്ചു കൊച്ചു ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും നമ്മൾ എന്തുമാത്രം തളർന്നിട്ടാണ് ജീവിക്കുന്നത്, അല്ലേ? എൻ്റെ മകന് ചെറിയൊരു പനി വന്നാൽ മതി. അപ്പോൾ ഞാൻ പലപ്പോഴും സ്കൂളിലായിരിക്കുമ്പോൾ ഈ പാരൻസിൻ്റെ ഒരു ആകുലത കണ്ടിട്ട് ഞാൻ അന്തം വിട്ട് നിൽക്കാറുണ്ട്. തൻ്റെ മക്കൾ, അവർക്ക് എന്ത് പറ്റും? അവർ വീണു, എന്തുമാത്രം അവർ ചിലപ്പോൾ ഓടി വീഴും. അവരെന്തുമാത്രം പ്രയാസപ്പെട്ടിട്ടും ആകുലതപ്പെട്ടിട്ടുമാണെന്ന് വരുന്നത്. അച്ഛാ, സ്വന്തം മക്കളെക്കുറിച്ച് ആകുലപ്പെടണം. ഒരു പരിധിയൊക്കെയുണ്ട്. നമ്മുടെ മക്കൾ, ഇവിടെയുള്ള മാതാപിതാക്കളുടെ മക്കൾ നിങ്ങളുടെ മക്കളാണോ? നിങ്ങളുടെ മക്കളല്ല. പിന്നെ ആരുടെ മക്കളാ? അച്ഛാ, ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളാ. ഈ മെക്സിക്കോയിലെ ഒരു ട്രൈബൽ ഗോത്രമുണ്ട്. അവിടെ ഒരു ആദിവാസി സ്ത്രീ, അവരിങ്ങനെ കുഞ്ഞുങ്ങളെ ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ അടുത്തുള്ള ദേവാലയത്തിൽ സമർപ്പിക്കും. ആ ദേവാലയത്തിൽ സമർപ്പിച്ചിട്ട് അവർ പോകും. അപ്പോൾ അവിടെ സാധാരണ നമ്മളെപ്പോലെയുള്ള വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അമ്മ വന്നിട്ട് പറയും, ആ കുഞ്ഞ് അവിടെ കിടന്നു കഴിഞ്ഞാൽ അപകടം വരും. കാരണം എന്താണ്? മഞ്ഞത്ത് അത് തണുത്തുറഞ്ഞു പോകില്ലേ? വെയിലത്ത് അത് വാടിപ്പോകില്ലേ? അല്ലെങ്കിൽ അടുത്ത കാടുണ്ട്, അവിടെ നിന്ന് മൃഗങ്ങൾ വന്ന് അതിനെ പിച്ചു ചീന്തില്ലേ? അപ്പം ഈ അമ്മ പറയും, ഈ ട്രൈബലായിട്ടുള്ള ആദിവാസിയായിട്ടുള്ള അമ്മ പറയും, എൻ്റെ കുഞ്ഞ് വെയിലത്ത് വാടില്ല, എൻ്റെ കുഞ്ഞ് തണുത്തുറഞ്ഞു പോകില്ല, എൻ്റെ കുഞ്ഞിനെ ഒരു വന്യമൃഗങ്ങളും ഉപദ്രവിക്കുകയില്ല. കാരണം അതെൻ്റെ കുഞ്ഞല്ല, ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ദൈവം അതിനെ സംരക്ഷിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് എന്തിനാണ് എത്രമാത്രം ആകുലത നമ്മുടെ മക്കളെ കുറിച്ച്? ദൈവം സംരക്ഷിക്കും. ദൈവമാണ് നമുക്ക് മക്കൾക്ക് നൽകിയത്. ദൈവമല്ല മക്കൾ നൽകിയത്. മക്കളില്ലാത്ത എത്രയോ ദമ്പതികളുണ്ട്, അല്ലേ? മക്കളില്ലാത്ത എത്രയോ, അവരുടെ ദുഃഖം ഞാൻ ഇവിടെ മുമ്പിൽ വർണ്ണിക്കണമോ? അപ്പോൾ ദൈവം ആണ് മക്കളെ നമുക്ക് നൽകിയത്. അപ്പം മക്കളെ ദൈവം സംരക്ഷിക്കും. നമുക്ക് അവർക്ക് ആവശ്യമായ വചനവും അവർക്ക് ആവശ്യമായ ജീവിത മാതൃക നൽകിയാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദൈവം നോക്കിക്കൊള്ളും. നമ്മൾ ഇത്രമാത്രം ആകുലതയോ ഇതൊന്നും നമ്മുടെ മക്കളെക്കുറിച്ച് വേണ്ട. കാരണം നമുക്ക് അതുകൊണ്ട് ആകുലപ്പെട്ട് ഒന്നും നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആവില്ല. ആവോ നമ്മൾ വീട് പണിയുന്നത് പോലെ, വീട് പണിയ ഒരു ബ്ലൂ പ്രിന്റ് പണിയുന്നത് പോലെ എൻ്റെ മക്കളെ നമുക്ക് വളർത്താൻ പറ്റുമോ? പറ്റില്ല. ഒരാൾക്കും പറ്റില്ല. കാരണം എന്താണ്? ദൈവം തന്നതാണ്. ദൈവത്തിന് അറിയാം. അവർ വിചാരിക്കാം നമ്മൾ ആവശ്യമായ കാര്യങ്ങളും വചനമാണ് നൽകേണ്ടത്. നമ്മുടെ ഈ പ്രഘോഷണത്തിൽ ഏറ്റവും നമ്മുടെ ഈ കൂദാശകളുണ്ട്, വചന പ്രഘോഷണമുണ്ട്, പിന്നെ വേണമെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? നമ്മൾ വിചാരിക്കും കൂദാശയാണെന്ന്. കൂദാശയാണ് വിശുദ്ധീകരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല, വചന പ്രഘോഷണം തന്നെയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. എന്നാൽ ബ്രദറെ പോലെ ചെയ്തതാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കാൻ. ബ്രദർ ഫാദറാണോ? അച്ഛനാണോ? അല്ല, അച്ഛനൊന്നും ആവണ്ട സുവിശേഷം പ്രഘോഷിക്കാൻ. അച്ഛന്മാരെക്കാൾ നന്നായിട്ട് ബ്രദർ സാഹിബ് ഇവിടെ സുവിശേഷം പ്രഘോഷിക്കുന്നു, അല്ലേ? അപ്പോൾ നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ. അത് നമ്മുടെ ജീവിതത്തിലൂടെയും കർമ്മത്തിലൂടെയും ചിന്തയിലൂടെയും നമ്മൾ വ്യാപരിക്കുന്ന മണ്ഡലങ്ങളിലൂടെയും ഒക്കെ
ആ വചനത്തെ പ്രഘോഷിക്കുവാനും വചന ജീവിത മാതൃകത്തിൽ കാണിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം അതിലൂടെ നമുക്ക് ലഭിക്കുന്ന സംതൃപ്തിയും സന്തോഷവും ഈ ലോകത്തിലെ എവിടെ വസിച്ചാലും നമുക്ക് ലഭിക്കുകയില്ല പ്രിയമുള്ളവരെ. ആ വചനത്തിന് അടയിരിക്കുക, വചനം വായിക്കുക, വചനം ധ്യാനിക്കുക. ഞാൻ അടുത്തൊരു സിനിമ കണ്ടു, ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. റാണി മരിയയുടെ ജീവിത കഥയാണത്. നിങ്ങളൊക്കെ ഒന്ന് കാണുന്നത് നല്ലതാണ്, മക്കളെയൊക്കെ കാണിക്കുന്നതും നല്ലതാണ്. വചനം ജീവിതത്തിൽ കയറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള പ്രതിസന്ധി ഒന്നും ഒരു പ്രതിസന്ധിയല്ല. ഈ ലോകത്തിലുള്ള ആദിവാസികളുടെ ഇടയിലെ ജീവിതം ജീവിച്ച് ഹോമിച്ച് അവിടെയുള്ള അനീതിക്കെതിരെ പടപൊരുതി രക്തസാക്ഷിത്വം വരിച്ച സിസ്റ്ററാണ് സിസ്റ്റർ റാണി മരിയ. ഞാൻ പലപ്പോഴും അത് കണ്ടുകൊണ്ട് ഞാനൊക്കെ എന്തുട്ടാ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആത്മനിന്ദ തോന്നി. കുറേ സ്കൂളുകളിൽ പഠിപ്പിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നല്ലാതെ ഒന്നുമല്ല. കാരണം ദൈവം നമ്മളെ പല കാര്യങ്ങൾക്കും ക്ഷണിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ വചന വിരുന്നിലേക്ക് നമ്മളെല്ലാവരും വരണം. നാളെ ഇതിൻ്റെ ഇരട്ടി 3 ഇരട്ടി നമ്മൾ വ്യാപാരങ്ങളൊക്കെ മാറ്റിവെക്കുക. നമ്മൾ വിചാരിക്കുന്നത് നഷ്ടമാണെന്ന്. നഷ്ടമാകും. ആ നഷ്ടത്തിൻ്റെ 100 ഇരട്ടി ദൈവം വേറെ പലതിലൂടെ നമുക്ക് തരും. നമ്മൾ വിചാരിക്കും ദൈവത്തിന് നൽകപ്പെടുന്നതൊന്നും പാഴായി പോകാൻ ദൈവം അനുവദിക്കില്ല. ദൈവത്തിന് നൽകപ്പെടുന്നതൊന്നും പാഴായി പോകാൻ ദൈവം അനുവദിക്കില്ല. പ്രിയമുള്ളവരെ, അതിൻ്റെ 100 ഇരട്ടി നമുക്ക് ലഭിക്കും. നിങ്ങൾ എന്നെ പ്രതി മക്കളെയോ മാതാപിതാക്കളെയോ വയലുകളെയോ ജോലിയെയോ ഉപേക്ഷിക്കുന്നവർക്ക് ഈ ലോകത്തിൽ തന്നെ അതിൻ്റെ 100 ഇരട്ടി ലഭിക്കും. ഞാൻ പറഞ്ഞ വചനമല്ല, യേശുനാഥൻ പറഞ്ഞ വചനമാണ്. പ്രിയമുള്ളവരെ, ആ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷം കൊണ്ട് തുളുമ്പി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്കിനി ദുഃഖിക്കാൻ അവകാശമില്ല പ്രിയമുള്ളവരെ. ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുന്ന, യേശു ക്രിസ്തുവിൽ ആഴമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കും ഈ ലോകത്തിൽ ദുഃഖിക്കാൻ അവകാശം. ഞാൻ ദുഃഖിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിനെ, യേശുനാഥനെ ആൻറ്റി വിറ്റ്നസ്, എതിർ സാക്ഷ്യം വഹിച്ച് ജീവിക്കണം. എന്തായാലും എന്തും വന്നോട്ടെ, മരണം വന്നോട്ടെ, രോഗം വന്നോട്ടെ, ജോലി നഷ്ടപ്പെട്ടോട്ടെ, എൻ്റെ കൂട്ടുകാർ ചതിച്ചോട്ടെ, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പരിശുദ്ധമ്മയെ പോലെ നമുക്ക് പറയാൻ പറ്റണം, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുത്തെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. എല്ലാ തലമുറകളും അവളെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ. 23-ാം സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിൽ കൂടിയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കർത്താവ് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അവിടുത്തെ സ്നേഹവും കരുണയും എന്നും എന്നെ അനുഗമിക്കും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.